ഫ്രണ്ട്സ്, ഈ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിച്ച് പലപ്പോഴും ഫെയിലിയർ ആയിട്ടുള്ളവരാകാം നമ്മളിൽ മിക്കവരും. ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ദൃഢപ്രതിജ്ഞകളൊക്കെ എടുക്കാറുണ്ട്. അതിരാവിലെ എഴുന്നേൽക്കുക, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നല്ല ഡയറ്റ് ക്രമീകരിക്കുക, ഇനി പുകവലി, മദ്യപാനം ഇതൊക്കെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക. പക്ഷെ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് നമ്മൾ എടുക്കുന്ന ഈ ദൃഢപ്രതിജ്ഞകൾ 3-4 ദിവസം കഴിയുമ്പോൾ പഴയ ട്രാക്കിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഒരു പുതിയൊരു കാര്യം അല്ലെങ്കിൽ പുതിയൊരു ശീലം ബ്രെയിനിന് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ആയാസകരമായിട്ടായിരിക്കും അതിന് അനുഭവപ്പെടുക. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയും. അതെങ്ങനെയാണെന്നോ, ഏകദേശം 21 ദിവസമെങ്കിലും നമ്മൾ ഒരു ശീലത്തിൻ്റെ പുറത്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് അതിരാവിലെ എഴുന്നേൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് അലാറം വെച്ച് സെറ്റ് ചെയ്ത് അടുത്ത 21 ദിവസത്തേക്ക് അതേ സമയത്ത് തന്നെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 22ാമത്തെ ദിവസം മുതൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അതായത് നമ്മുടെ ഹാബിറ്റായി മാറും. എന്നാലും 21 ദിവസം മുതൽ 90 ദിവസം വരെ കണ്ടിന്യൂ അത് ചെയ്തു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറും. ഒരിക്കലും അത് നമ്മളെ വിട്ടുമാറുകയില്ല. പിന്നീട് വീണ്ടും നമ്മൾ പുതിയൊരു ശീലം ഡെവലപ്പ് ചെയ്യുമ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് വീണ്ടും 8 മണിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മാത്രം ആ ശീലം പിന്നീട് ദുശീലമായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഏതൊരു ദുശീലത്തെയും നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. ഏതൊരു ശീലത്തെയും നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഇനി ന്യൂ ഇയർ വരാൻ വേണ്ടിയിട്ട് ഏകദേശം 90 ദിവസം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നല്ല നല്ല ശീലങ്ങൾ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.